നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ എക്സ്പോർട്ട് ചെയ്ത എയർക്രാഫ്റ്റിന്റെ പാർട്സ് റഷ്യയിൽ എങ്ങനെ എത്തി? ഒരു ഭാഗത്ത് റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനു വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും യൂറോപ്യൻ യൂണിയനും UKയും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ബ്രിട്ടീഷ് നിർമ്മിത എയർക്രാഫ്റ്റ് ഉപകരണങ്ങൾ റഷ്യയ്ക്ക് ലഭിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഗാർഡിയൻ പുറത്തുവിട്ടിരിക്കുന്നത്. 100ഓളം വരുന്ന കമ്പനികളുടെ പ്രോഡക്റ്റുകളാണ് ഇന്ത്യ വഴി റഷ്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എത്തിപ്പറ്റുന്നത്. ഇതിൽ ബോയിങ്ങും ഉൾപ്പെടുന്നു. സെപ്റ്റംബർ 2024 മുമ്പുള്ള 21 മാസങ്ങളിൽ ഏകദേശം $50 മില്യൺ വിലമതിക്കുന്ന സാധനങ്ങളാണ് ഇന്ത്യ വഴി റഷ്യയിൽ എത്തിയതെന്നാണ് ഇന്ത്യയുടെ കസ്റ്റംസ് ഡേറ്റ പരിശോധിച്ച് ഇൻവെസ്റ്റിഗേറ്റ് യൂറോപ്പ് എന്ന സ്ഥാപനം കണ്ടെത്തിയത്. 700ഓളം വരുന്ന സെപ്പറേറ്റ് കാർഗോകളിലായാണ് സാധനങ്ങൾ റഷ്യയിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ ജനറേറ്ററുകൾ, സെൻസറുകൾ, പ്രൊപ്പല്ലർ ബ്ലേഡുകൾ, ഡിസ്പ്ലേകൾ, നട്ട്, ബോൾട്ട്, ഫിൽറ്റർ പോലുള്ള സാധനങ്ങൾ എന്നിവയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. റഷ്യയിലേക്ക് യാതൊരു എയർക്രാഫ്റ്റ് പാർട്ടുകളും സപ്ലൈ ചെയ്യില്ല എന്ന് UKയും നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. US ആണെങ്കിൽ ഇതിനുമേൽ വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നിരിക്കെയാണ് ഈ രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ റഷ്യയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് ഇന്ത്യയോട് അന്വേഷിച്ചപ്പോൾ ഇന്ത്യൻ കമ്പനികൾ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവകാശപ്പെടുകയും എന്നാൽ ഇത്തരത്തിലൊരു വിഷയമുണ്ടെങ്കിൽ നിലവിലെ ഇന്റർനാഷണൽ എക്സ്പോർട്ട് കൺട്രോളറുകളെക്കുറിച്ച് കമ്പനികളെ ധരിപ്പിക്കാമെന്നും ഇന്ത്യൻ ഗവൺമെന്റിന്റെ വക്താവ് പറഞ്ഞു. യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഇന്നുവരെ വ്ളാഡിമിർ പുടിനെ ഇന്ത്യ അപലപിച്ചിട്ടുമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അപേക്ഷയെ ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങൾ ബാധിക്കുമോ? പെനാൽറ്റി പോയിന്റുകളും ഫിക്സഡ് പെനാൽറ്റി പോയിന്റുകളും ഉൾപ്പെടെയുള്ള ഗതാഗത കുറ്റകൃത്യങ്ങൾ വഞ്ചനയായി കണക്കാക്കാം. ILRനായി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നിയമം അനുശാസിക്കുന്ന ഒരു നല്ല പൗരനാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗതാഗത നിയമലംഘനം പോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യതയാണ്. മിക്ക കേസുകളിലും നിങ്ങളുടെ ലൈസൻസിലെ 3 പെനാൽറ്റി പോയിന്റുകൾ ചെറിയ ലംഘനമായി കണക്കാക്കപ്പെടുന്നു. ഇത് സാധാരണയായി ബ്രിട്ടീഷ് പൗരത്വം നേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയില്ല. എന്നാൽ അമിത വേഗത അല്ലെങ്കിൽ അപകടകരമായ ഡ്രൈവിംഗ് പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് കോടതി മുഖേന വാദം കേൾക്കേണ്ടതുണ്ട്. ഇമിഗ്രേഷൻ നിയമങ്ങളിലെ പാരഗ്രാഫ് 322(1)(c) പ്രകാരം അപേക്ഷകൻ മദ്യപിച്ച് വാഹനമോടിക്കൽ, ട്രാഫിക് ലൈറ്റ് സിഗ്നലുകൾ പാലിക്കുന്നില്ല, അപകടത്തിന് ശേഷം നിർത്താതിരിക്കുക, അപകടകരമായ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനമോടിക്കൽ തുടങ്ങിയവ നിങ്ങളുടെ ILR അപേക്ഷ ഓട്ടോമാറ്റിക്കായി നിരസിക്കപ്പെടാനുള്ള സാധ്യതയാണ്. ഒരു വിദേശ ലൈസൻസിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ ചെറിയ ഗതാഗത നിയമലംഘനങ്ങൾ വരെ വ്യത്യസ്തമായി കൈകാര്യം ചെയ്യപ്പെടുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് മറ്റൊരു രാജ്യമാണ് നൽകുന്നത് എന്നതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ ലൈസൻസിൽ ഒരു നിശ്ചിത പിഴ നോട്ടീസും പെനാൽറ്റി പോയിന്റുകളും നൽകാൻ കഴിയില്ല. പകരം അവർ ഗതാഗത നിയമലംഘനം റിപ്പോർട്ട് ചെയ്യും. ചെറിയ കുറ്റകൃത്യം നടന്ന തീയതി മുതൽ 4 വർഷം വരെ ഡ്രൈവിംഗ് റെക്കോർഡിൽ തുടരും. അതേസമയം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ 11 വർഷം വരെ ഡ്രൈവിംഗ് റെക്കോർഡിൽ തുടരാം. നോറോ വൈറസ് ആശുപത്രി കേസുകൾ എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി. UKയിലെ ആശുപത്രികളിൽ നിലവിൽ നോറോ വൈറസ് കേസുകൾ അഭൂതപൂർവമായ വർധനവാണ് അനുഭവപ്പെടുന്നത്. വൈറസ് മൂലം പ്രതിദിനം ശരാശരി 1160 രോഗികൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നു. വിന്റർ വോമിറ്റിംഗ് ബഗ് എന്നറിയപ്പെടുന്ന ഈ വൈറസ് വേഗത്തിൽ പടരുകയും കഠിനമായ ഛർദി, വയറിളക്കം, പനി, ശരീരവേദന എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. നോറോ വൈറസിന്റെ വ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ നടപടികളുടെ പ്രാധാന്യം ആരോഗ്യ ഉദ്യോഗസ്ഥർ ഊന്നിപ്പറയുന്നു. സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിവായി കൈ കഴുകുന്നതും രോഗലക്ഷണങ്ങൾ ഉള്ള വ്യക്തികൾ വീട്ടിൽ തന്നെ തുടരാനും ആരോഗ്യ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നു. സുരക്ഷ ഉറപ്പാക്കാൻ നഴ്സിംഗ് ജീവനക്കാർക്ക് ബോഡി ക്യാമറകൾ. രോഗികളുടെ ദുരുപയോഗവും അക്രമവും ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലണ്ടനിലെ പ്രമുഖ ആശുപത്രിയിലെ നഴ്സുമാർ ഇനി ബോഡി ക്യാമറകൾ ധരിക്കണം. റോയൽ ഫ്രീ ലണ്ടൻ NHS ട്രസ്റ്റ് രോഗികളിൽ നിന്ന് ജീവനക്കാർ നേരിടുന്ന അക്രമപരമായ പെരുമാറ്റത്തിൽ വർധനവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുരക്ഷിതമായ ജോലി സാഹചര്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ശരീരത്തിൽ ഉപയോഗിക്കുന്ന ക്യാമറകൾ അവതരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് ആശുപത്രി സുരക്ഷാ മേധാവി പറഞ്ഞു. 2024 ട്രസ്റ്റിലുടനീളം 2834 സുരക്ഷാ സംഭവങ്ങൾ രേഖപ്പെടുത്തി. അതിൽ ഏകദേശം 91% അക്രമവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാരംഭഘട്ടത്തിൽ റോയൽ ഫ്രീ ഹോസ്പിറ്റൽ, ബാർനെറ്റ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ അത്യാഹിത വിഭാഗങ്ങളിലും സെന്റ് പാൻക്രാസ് ഹോസ്പിറ്റലിലെ മേരി റാങ്കിൻ യൂണിറ്റിലും ബോഡി ക്യാമറകൾ അവതരിപ്പിക്കും. EasyJet പൈലറ്റുമാർ 24-ന് സമരത്തിൽ. നാഷണൽ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സിവിൽ ഏവിയേഷൻ, ഇറ്റാലിയൻ ഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ്, ഇറ്റാലിയൻ ജനറൽ കോൺഫെഡറേഷൻ ഓഫ് ലേബർ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ പൈലറ്റുമാർ ഫെബ്രുവരി 24-ന് പണിമുടക്കും.
പണിമുടക്ക് ഇറ്റാലിയൻ സമയം ഉച്ചയ്ക്ക് 12 മണി മുതലായിരിക്കും ആരംഭിക്കുക എന്ന് ഇറ്റാലിയൻ ഗതാഗത വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒരു വിമാനം യാത്ര തിരിക്കാൻ വൈകിയാൽ അത് മറ്റു വിമാനങ്ങളുടെ യാത്രകളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് അന്താരാഷ്ട്ര വ്യോമയാന നിയമജ്ഞനായ ആന്റൺ റാഡ്ഷാങ്കോ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിമാനയാത്രകളെ ബാധിച്ചേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. വേനൽക്കാലത്തായിരിക്കും സമരം കൂടുതൽ വ്യാപകമാകുക. ഈ കാലയളവിലെ പണിമുടക്ക് കമ്പനികളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നതിനാൽ സമരം ഒഴിവാക്കാൻ കമ്പനികൾക്കുമേൽ സമ്മർദ്ദമുണ്ടാകും. ഇത് കാരണമാണ് ഈ കാലയളവ് തന്നെ സമരത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഉൾക്കൊള്ളാവുന്നതിലും അധികം പേരെ വാടകയ്ക്ക് താമസിച്ച വീട്ടുടമസ്ഥന് പിഴ. നോർത്ത് ലണ്ടനിലെ 3 കിടപ്പുമുറികളുള്ള ഒരു വീട്ടിൽ 18 പേരെ വാടകയ്ക്ക് താമസിപ്പിച്ച വീട്ടുടമസ്ഥന് കോടതി 37,000 പൗണ്ട് പിഴ ശിക്ഷ വിധിച്ചു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-നായിരുന്നു പിഴ ശിക്ഷ വിധിച്ചത്. നിയമങ്ങൾ ലംഘിക്കുന്ന വീട്ടുടമകൾക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുമെന്ന് ബാർനറ്റ് കൗൺസിൽ വ്യക്തമാക്കി. ശബ്ദശല്യം, അമിതമായ ആൾക്കൂട്ടം, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അയൽവാസികൾ പരാതി ഉന്നയിച്ചതോടെയാണ് കൗൺസിൽ ഈ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തിയത്. വാറന്റുമായി വീട്ടിലെത്തിയ കൗൺസിൽ ഇൻസ്പെക്ടർമാരും പോലീസും അവിടെ ഉൾക്കൊള്ളാവുന്നതിലുമധികം ആളുകൾ താമസിക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു. ഒരു കിടപ്പുമുറിയിൽ കുട്ടികളടക്കം 6 പേരായിരുന്നു കഴിഞ്ഞിരുന്നത്. കെട്ടിടത്തിനുള്ളിൽ നിന്നുള്ള കിടക്കകൾ വീടിന് പുറകിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു. കെട്ടിടത്തിന് ആവശ്യമായ പണികൾ ചെയ്തിട്ടില്ലെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്നും ഇൻസ്പെക്ടർമാർ പറഞ്ഞു. കെട്ടിടത്തിന് ലൈസൻസ് ഇല്ലാത്തതും സുരക്ഷാ കുറ്റകൃത്യങ്ങൾ, കൗൺസിലിന് നിയമപരമായ വിവരങ്ങൾ നൽകാത്തത് എന്നിവ ഉൾപ്പെടെ 9 കുറ്റകൃത്യങ്ങളിൽ 2024 നവംബർ 25 തിങ്കളാഴ്ച വില്ലസ്ഡൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ഭൂവുടമയായ ചാൾസ് എഗ്ബി റെമോലൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ ബാബു ജേക്കബിന്റെ കുടുംബത്തിനായുള്ള ധനസമാഹരണം. 19-ാം തീയതി ആകസ്മികമായി വേർപിരിഞ്ഞു പോയ ഡാറ്റ്ഫോർഡിലുള്ള ബാബു ജേക്കബിന്റെ ഭൗതിക ശരീരം നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നതിനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനും വേണ്ടി കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അഭ്യർത്ഥന പ്രകാരം യുക്മയും ഡാറ്റ്ഫോർഡ് അസോസിയേഷനും ചേർന്ന് ഒരു ഫണ്ട് ശേഖരണം ആരംഭിച്ചിരിക്കുന്നു. ഭാര്യയോടൊപ്പം 1 വർഷം മുൻപ് മാത്രമാണ് മൂവാറ്റുപുഴ കീഴില്ലം സ്വദേശിയായ ബാബു ജേക്കബ് UK-യിലെത്തിയത്. ഏറെ പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും കൂടി UK-യിലെത്തിയ ബാബു ജേക്കബിന്റെ അപ്രതീക്ഷിത വേർപാടിൽ ഹൃദയം തകർന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും കൈത്താങ്ങാകുവാൻ UK-യിലെ മുഴുവൻ സുമനസ്സുകളും മുന്നോട്ട് വരണമെന്ന് യുക്മ ജനറൽ സെക്രട്ടറി കുര്യൻ ജോർജ് അഭ്യർത്ഥിക്കുന്നു. ഏപ്രിൽ മുതൽ മിക്ക പ്രദേശങ്ങളും കൗൺസിൽ നികുതി 4.99% വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ബുധനാഴ്ച പുറത്തുവിട്ട സർക്കാർ കണക്കുകൾ പ്രകാരം ഇംഗ്ലണ്ടിലെ 139 ഉന്നതതല കൗൺസിലുകളിലും 85% പേരും നികുതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ 4.99% വരെയുള്ള വർധനവാണ് ഭൂരിഭാഗം കൗൺസിലുകളും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിരുന്നാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ 6 കൗൺസിലുകൾക്ക് വോട്ടെടുപ്പില്ലാതെ കൗൺസിൽ നികുതി ഈ പരിധിക്കപ്പുറം വർദ്ധിപ്പിക്കാൻ അനുമതി ലഭിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 17 കൗൺസിലുകൾക്ക് നിലവിൽ നികുതി വർദ്ധിപ്പിക്കുന്നതിനുള്ള അനുമതി കിട്ടിക്കഴിഞ്ഞു. മറ്റ് 122 കൗൺസിലുകൾ കൂടി നികുതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് അനുമതിക്കായി കാത്തിരിക്കുകയാണ്. 14 കൗൺസിലുകൾ മാത്രമാണ് തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതെന്ന് PA വാർത്താ ഏജൻസിയുടെ വിശകലന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സാമൂഹിക പരിപാലനം, വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, മാലിന്യ സംസ്കരണ സേവനങ്ങൾ തുടങ്ങിയ നിയമപരമായ സേവനങ്ങൾ നൽകേണ്ട മേഖലകളിൽ കൗൺസിലുകൾക്ക് വർദ്ധിച്ചുവരുന്ന ചിലവുകൾ മൂലമാണ് ഈ നികുതി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.